everyone, welcome back to National Institute of Montessori Teachers Training Center, Kodamangalam. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എക്സസൈസ് ഓഫ് സെൻസറി ഡെവലപ്മെൻറ്റ് അഥവാ ESD എന്താണെന്നാണ്. എക്സസൈസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ വിഷ്വൽ സെൻസിൽ വരുന്ന എക്സസൈസുകളാണ് ഇന്ന് മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മോണ്ടിസോറി സെൻസറി ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് വിഷ്വൽ എക്സസൈസ് എന്ന് പറയുന്നത്. ഇതിനെ 4 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എക്സ്പ്ലോറിങ് ദ ഡയമെൻഷൻ, എക്സ്പ്ലോറിങ് ദ കളർ, എക്സ്പ്ലോറിങ് ദ ഷേപ്പ് പാറ്റേൺ. അതായത് അതിൻ്റെ അളവുകളും നിറവും ഷേപ്പ് ആകൃതിയും പാറ്റേൺസും വെച്ചിട്ട് 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പ്ലോറിങ് ഡയമെൻഷൻസ്. അതായത് ഈ ഇതിലെ ആക്ടിവിറ്റികൾ വരുന്നത് അതിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ കളറിലും സിമിലർ ആയിരിക്കും. ബട്ട് വേരിയിങ് ഇൻ ദ ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് തിക്നെസ്സിൽ ഡിഫറൻസ് വരും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് എക്സസൈസ് ആണ് നമ്മൾ നോക്കുന്നത് സിലിണ്ടറിക്കൽ ബ്ലോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആണ് നോബ്ഡ് സിലിണ്ടേഴ്സ്. സിലിണ്ടർ ബോക്സിലെ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. അതായത് ഇത് മെറ്റീരിയൽ പറഞ്ഞേക്കുകയാണെങ്കിൽ 4 സെറ്റ് ഓഫ് വുഡൻ ബ്ലോക്സ് ആണ്. ഓരോ ബ്ലോക്സിലും 10 സിലിണ്ടേഴ്സ് ആണുള്ളത്. ആ സിലിണ്ടേഴ്സിൻ്റെ മുകളിലായിട്ട് ഹോൾഡിംഗ് ഉണ്ട്. അതായത് നമുക്ക് പിടിക്കാൻ പറ്റിയ ചെറിയൊരു നോബുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നോബ്ഡ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സിലിണ്ടർ തമ്മിൽ 1/2 സെൻറ്റിമീറ്റർ ഹൈറ്റിനോ അതുപോലെ തന്നെ ഡയാമീറ്റർ അല്ലെങ്കിൽ രണ്ടിനും വ്യത്യാസം വരുന്ന രീതിയിലാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സിലിണ്ടർ ബ്ലോക്ക് നോക്കാം. ഫസ്റ്റ് നോബ്ഡ് സിലിണ്ടർ ബ്ലോക്കാണ് കാണുന്നത്. ഈ പിക്ചർ കണ്ടല്ലോ നിങ്ങൾ. ഇതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്നതാണ് സിലിണ്ടർ ബ്ലോക്ക് 1. ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബിഗ് ടു സ്മോൾ ആണ് ഇത്. ഇതിൻ്റെ അകത്ത് ഈ സിലിണ്ടേഴ്സിന് അതിൻ്റെ ഹൈറ്റും ഡയാമീറ്ററും രണ്ടിനും 1/2 സെൻറ്റിമീറ്റർ വീതം വ്യത്യാസം വരുന്നുണ്ട്. ഇത് ലാർജസ്റ്റ് സിലിണ്ടർ എന്ന് പറയുന്നത് 5.5 സെൻറ്റിമീറ്റർ ഇൻ ഹൈറ്റും ഡയാമീറ്ററും സെയിം ആണ്. അതിന് സ്മോളസ്റ്റിന് 1 സെൻറ്റിമീറ്റർ ഹൈറ്റും 1 സെൻറ്റിമീറ്റർ ഡയാമീറ്ററുമാണ്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഹൈറ്റും ഡയാമീറ്ററും ഡിക്രീസ് ഇൻ സക്സഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇതിൻ്റെ അകത്ത് ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഡയാമീറ്റർ കുറയുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന വൊക്കാബുലറി ബിൽഡിംഗ് ആണ് സൂപ്പർലേറ്റീവ്സും കമ്പാരറ്റീവ്സും. സ്മോൾ, സ്മോളസ്റ്റ്, തിൻ, തിക്കസ്റ്റ്, ടോളസ്റ്റ്. കമ്പാരിസൺ ടോൾ, ഷോർട്ട്, ബിഗ്, സ്മോൾ. തിൻ, തിക്കസ്റ്റ്. സിലിണ്ടർ ബ്ലോക്ക് 2 തിക്ക് ഓർ തിൻ കൺസെപ്റ്റിലുള്ളതാണ്. ഈ ബ്ലോക്കിൻ്റെ അകത്ത് എല്ലാത്തിനും സെയിം ഹൈറ്റാണ്. അതായത് 5.5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ്. പക്ഷേ ഡിക്രീസ് ഇൻ ദ ഡയാമീറ്ററിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. 0.5 സെൻറ്റിമീറ്ററിലായിരിക്കും അതിൻ്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അടുത്ത സിലിണ്ടർ ബ്ലോക്കാണ് ബ്ലോക്ക് 3. അത് ഡീപ്പ് ഷാളോ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് രണ്ടിലും ഡിഫറൻസ് വരുന്നുണ്ട്. ഹൈറ്റിലും ഡിഫറൻസ് ഉണ്ട്, ഡയാമീറ്ററിലും ഡിഫറൻസ് വരുന്നുണ്ട്. 1/2 സെൻറ്റിമീറ്റർ വീതം ഡയാമീറ്ററിൽ, 1/2 സെൻറ്റിമീറ്റർ വീതം ഹൈറ്റിലും ഡിഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയാമീറ്റർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ടോളസ്റ്റ് സിലിണ്ടർ എന്നാണ് പറയുന്നത് എന്താണ്, തിന്നസ്റ്റ് ആയിരിക്കും. ഷോർട്ടസ്റ്റ്, തിക്കസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന കൺസെപ്റ്റ് തിക്ക്, തിന്ന്, ഷോർട്ട്, ടോള്. ഇനി 4th സെറ്റ് ഓഫ് ബ്ലോക്കാണ്. അതായത് ബ്ലോക്ക് 4 ടോൾ, ഷോർട്ട്. ഈ ബ്ലോക്കിൽ സെയിം ഡയാമീറ്റർ ആണ്, പക്ഷേ ഡിക്രീസ് ഇൻ ദ ഹൈറ്റ് ബൈ 1/2 സെൻറ്റിമീറ്റർ ഓർ 0.5 സെൻറ്റിമീറ്റർ. 0.5 സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് ഡിഫറൻസ് വരുവാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡയാമീറ്റർ സെയിം ആയിരിക്കും, ഹൈറ്റിൽ ഡിഫറൻസ് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഡയറക്റ്റ് എയിം എന്താണെന്ന്. ചിൽഡ്രൻ ലേൺ ടു ജഡ്ജ് സൈസ് ബൈ സൈറ്റ്. കാണുന്നതിലൂടെ തന്നെ കുട്ടികൾ അതിൻ്റെ സൈസ് പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എയിം എന്ന് വെച്ചാൽ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഡയമെൻഷൻസ്. കുട്ടികൾ അതിൻ്റെ അളവുകളിലുള്ള വ്യത്യാസം മനസ്സിലാക്കി അതെന്താണെന്ന് പറയുക. അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഓഫ് മൂവ്മെൻറ്റ്, ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ഫോർ റൈറ്റിംഗ്.
indirect preparation for the mathematics and also indirect preparation for reading. Indirect preparation for reading എന്ന് പറയുന്ന കാരണം നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് ഈ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്, കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പ് ആക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതെങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പൊസിഷനിൽ നിന്ന് അടുത്തൊരു പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്ലോക്ക് ഹോൾഡ് ചെയ്യുന്നത് തമ്പ് അപ്പർ പാർട്ടിലും അതുപോലെ നമ്മുടെ പാം സൈഡിലും അതിൻ്റെ നമ്മുടെ സ്മോൾ ഫിംഗർ താഴെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുമാണ്. ഇപ്പോൾ നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് നമ്മുടെ വർക്കിംഗ് പ്ലേസിലേക്ക് മൂവ് ചെയ്തു. ദെൻ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് നമ്മുടെ ആക്ടിവിറ്റി ചെയ്യുന്ന സിലിണ്ടർ ബ്ലോക്ക്. ഫസ്റ്റത്തെ ബ്ലോക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബിഗ് സ്മോൾ കൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ലിഫ്റ്റ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോബുണ്ട്. അപ്പോൾ നോബിൽ തമ്പ്, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ ലിഫ്റ്റ് അപ്പ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ഹോളിൽ നിന്ന് പയ്യെ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഓരോന്നും ലിഫ്റ്റപ്പ് ചെയ്ത് അത് ഓരോ ഹോളിന് മുമ്പും പ്ലേസ് ചെയ്യുക. അതിനുശേഷം ആണ് ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് കൊടുത്തിട്ട് കുട്ടികൾ ചെയ്തതിന് ശേഷം നമ്മൾ 2 സെറ്റ് ഓഫ് സിലിണ്ടർ ബ്ലോക്സ് മിക്സ് ചെയ്ത് കൊടുക്കും. ദെൻ നമ്മൾ 3 എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ബ്ലോക്സ് ആണ്. പിന്നത്തെ എക്സസൈസ് 4 ബ്ലോക്സ് മിക്സപ്പ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് റെക്കമെൻഡഡ് ഫോർ 2.5 ഏജ് ടു 3.5 ഏജ്. അതുപോലെ തന്നെ ഈ എക്സസൈസിൻ്റെ മെയിൻ പർപ്പസ് ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ഫോർ പെൻസിൽ ഹോൾഡിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ഫോർ മാത്തമാറ്റിക്സ്, ദെൻ ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ഫോർ റീഡിംഗ്, ദെൻ അതർ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഐ കോർഡിനേഷൻ, മൂവ്മെൻറ്റ്സ് ആൻഡ് കൺട്രോൾ ഓഫ് എറർ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് support me.